ഹലോ ഗായ്സ്, ഇന്ന് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു അടി കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതാകുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ചിക്കൻ കറിക്ക്. അപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കത്തിച്ചതിന് ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ ചെയ്യാം, ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ എണ്ണയിലോട്ട് ഇട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഇതിലോട്ട് വേണ്ടത് വലിയ ഉള്ളി, ഒരു 3-4 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. നെക്സ്റ്റ് വേണ്ടത് തക്കാളി, ഒരു 2 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു 3 എടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് അത് ഈ ഒരു മിക്സിലോട്ട് ചേർക്കുക. അപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതെ വേണം നിങ്ങൾ ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് ഇതിലോട്ട് മല്ലിച്ചപ്പ്, പുതിന പിന്നെ വേണ്ടത് വേപ്പിൻ്റെ ഇല, ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമല്ലോ, അപ്പോൾ ഈ ഒരു മസാലയുടെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മസാല ചേർക്കേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ മോനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ കാല് കാണുന്നുണ്ട്. ചിക്കൻ കറി ഫോൺ കൂട്ടി തിന്നേണ്ടി വരുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നെക്സ്റ്റ് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് വേണ്ടത് മല്ലിപ്പൊടി, ഒരു 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ മല്ലിപ്പൊടി വേണം. ഒരു എന്താ പറയുക, മല്ലിപ്പൊടി ഒരു കുത്തും പാടില്ല, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക എല്ലാ ഇൻഗ്രീഡിയൻസും. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ട ചിക്കൻ മസാല ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടിയിൽ പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ. തീ ഒന്ന് കുറച്ച് വെക്കണം, കാരണം കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. എന്നിട്ട് ഈ ഒരു മസാലയുടെ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഒരു 1/4 ഭാഗത്തോളം മിസ്സിങ് ആണ്. കാരണം ഞങ്ങൾ പൊരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കൻ്റെ പ്രാന്താണ് ഞങ്ങൾക്ക്, എൻ്റെ മകന് പ്രത്യേകിച്ച്. അതേ സ്വഭാവമാണ് അവന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പുറത്തോട്ടൊന്നും പോവാത്ത രീതിയിൽ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു മസാല ഒക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ആൾക്ക് ചിക്കൻ കണ്ടാൽ പിന്നെ വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് പുറത്തോട്ടൊന്നും പോവാതെ ആ ഒരു മസാല ചിക്കനിലോട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ചിക്കന് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ അതുവരെയുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. അപ്പോൾ ഇതാ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട്
മിക്സ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൽ മസാലപ്പൊടികൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വെള്ളം ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് മുന്നേ ഞാൻ പെരുംജീരകം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് മറ്റേ പട്ടയുണ്ടല്ലോ, പട്ട എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പട്ടയില്ലാത്തതുകൊണ്ട് ഞാൻ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടിച്ചെടുത്ത പെരുംജീരകം ചിക്കനിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ കുറച്ച് പെരുംജീരകപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടോ, നല്ല കുറുകി നല്ല രീതിയിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, പുതിന ഉണ്ടെങ്കിൽ പുതിന ഇല്ല, അപ്പോൾ പുതിന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല സ്മെല്ലാണ്. എൻ്റെ മോനാണെങ്കിൽ വിശന്നിട്ട് ആൾ കൺട്രോൾ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്കെന്തായാലും ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ചോറ്, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതാ നല്ല അടിപൊളി ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചിക്കൻ കഴിച്ചിട്ട് വരാം. ഓക്കെ, ബായ്.